നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ഇടുക്കി ഡാമിനെ നടന്നു കാണാം. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ ഇനി സഞ്ചാരികൾക്ക് നടന്നു കാണാം. അണക്കെട്ടുകൾക്ക് മുകളിലൂടെ കാൽനട യാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ വിതരണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സഞ്ചാരികളുടെ വർധന കണക്കിലെടുത്തും എല്ലാവർക്കും അണക്കെട്ടുകൾ കാണാൻ അവസരം ലഭിക്കുന്നതിനും വേണ്ടിയാണ് കാൽനട യാത്രക്കാർക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ദിവസവും 3750 പേർക്ക് സന്ദർശിക്കാം. രാവിലെ 10 മുതൽ വൈകിട്ട് 3:30 വരെയാണ് ഡാം സന്ദർശന സമയം. കാൽനട യാത്രയ്ക്ക് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് നിരക്ക്. ബഗ്ഗി കാർ യാത്രയ്ക്ക് ഒരാൾക്ക് 150 രൂപ നൽകണം. ഡാം ടോപ്പിൽ 8 ബഗ്ഗി കാറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ദിവസവും 3750 പേർക്കാണ് ഇപ്പോൾ സന്ദർശന അനുമതി. 2500 പേർക്ക് ഓൺലൈൻ മുഖേന കാൽനട യാത്രയ്ക്കും 1248 പേർക്ക് ബഗ്ഗി കാർ സേവനം പ്രയോജനപ്പെടുത്തിയും ഡാം സന്ദർശിക്കാം. ഓൺലൈൻ ബുക്കിംഗിൽ യാത്രക്കാർ പൂർണ്ണമായില്ല എങ്കിൽ സ്പോട്ട് ടിക്കറ്റിംഗ് സംവിധാനവും പ്രയോജനപ്പെടുത്താം. ഈ മാസം 30 വരെയാണ് നിലവിൽ സന്ദർശന അനുമതി. ടിക്കറ്റുകൾ kerala-tourism.com എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. ചെറുതോണി ഡാമിന്റെ പ്രവേശന കവാടത്തിന് സമീപം ടിക്കറ്റ് കൗണ്ടറും ക്രമീകരിച്ചിട്ടുണ്ട്. ഓൺലൈൻ ബുക്കിങ്ങിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങാം. 2021 ജൂലൈ 22 പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ യുവാവ് ഇടുക്കി ഡാമിൽ അതിക്രമിച്ച് കയറിയ ഹൈമാസ് ലൈറ്റുകളുടെ ചൂട്ടിൽ താഴ്ത്തു പൂട്ടുകയും ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറിൽ ദ്രാവകം ഒഴിക്കുകയും ചെയ്തതിനെ തുടർന്ന് അണക്കെട്ടിലേക്കുള്ള സന്ദർശനാനുമതി പിൻവലിച്ചിരുന്നു. സെപ്റ്റംബർ 4 KSEB ഡാം സേഫ്റ്റി വിഭാഗം നടത്തിയ പരിശോധനയിലാണ് സംഭവം പുറത്തായത്. പിന്നീട് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. ഇതിനുശേഷമാണ് ബഗ്ഗി കാറിലൂടെ മാത്രം സഞ്ചാരം അനുവദിച്ചത്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.